നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ആക്സസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഇന്നത്തെ ജനറേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ഡ്രഗ്സ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളിലും ഉണ്ട്. 90 കിഡ്സ് ആണോ 2K കിഡ്സ് ആണോ നല്ലത്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഏതൊരെണ്ണം എടുത്തു നോക്കിയാലും അതിന് നല്ലതും കാണും ചീത്തയും കാണും. 90s അതിന്റേതായിട്ടുള്ള പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അതുപോലെ തന്നെ 2K എന്ന് പറയുന്നത്. അപ്പം 90s കേസ് എടുത്തു നോക്കിയാൽ അവർക്ക് ആക്സസിബിലിറ്റി കുറവായിരുന്നു. ഞാനൊക്കെ പഠിച്ച കാലത്ത് +1 +2 അല്ലെങ്കിൽ 10th ഒക്കെ പഠിച്ച കാലത്ത് ഞാൻ മൊബൈലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുന്നത് അവർ കംപ്ലീറ്റ്ലി അവരുടെ ലൈഫ് എന്ന് പറയുന്നത് മൊബൈലിൽ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഒരു കണക്കിന് നോക്കിയാൽ അത് പോസിറ്റീവും ആണ് നെഗറ്റീവും ഉണ്ട്. കാരണം ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. ബട്ട് അതിൻ്റെതായിട്ടുള്ള ദോഷവശങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ദോഷവശങ്ങൾ എന്താണ്? നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ആക്സസിബിലിറ്റി കിട്ടുന്നുണ്ട്. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസേജ് കൊണ്ട് ഒരുപാട് ആക്സസിബിലിറ്റി കിട്ടുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ജനറേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ഡ്രഗ്സ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളിലും ഉണ്ട്. പാരന്റൽ ആപ്പ് വെച്ച് നമുക്ക് അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? അതെ, പേരൻസ് ഇൻവോൾവ് ആവണം. സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കാതെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക. ഇപ്പൊ ഞാൻ എന്റെ കുട്ടിയാണെങ്കിലും ഞാൻ അവനോട് ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് അവന്റെ കാര്യങ്ങൾ, അപ്പം അവൻ എന്നോട് അവന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് അവനെ വളർത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അതായത് പേരന്റ് കൺട്രോൾ കൊണ്ട് എല്ലാം മാറ്റം ഉണ്ടാവും. കൺട്രോൾ എന്ന് പറയുന്നത് അത് അവർക്ക് മനസ്സിലാവരുത്. ഞാൻ അയാളുടെ കൺട്രോൾ എന്റെ സർവൈലൻസിലാണെന്ന് മനസ്സിലാവാതെ ഒരു ഫ്രണ്ടായിട്ടെന്നുള്ള രീതിയിൽ കുട്ടികളെ വളർത്തിയാൽ ഒരു പരിധി വരെ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഒരു ഏജ് വരെ അവർ നമ്മളുടെ കൂടെ ആയിരിക്കും. പിന്നെ ഹോസ്റ്റലിൽ ജീവിക്കുന്നവർ കാണും, അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യത്തിന് പോകുന്നവർ കാണും. അപ്പം അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറും. എന്നാലും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. അപ്പം നമ്മളെ കുട്ടികളോട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ള രീതി. ഇപ്പൊ ഞാൻ പണ്ട് എന്റെ പേരൻസ് എന്നെ വളർത്തിയ രീതിയിലല്ല ഞാൻ എന്റെ മോനെ വളർത്തുന്നത്. അന്നത്തെ കാലത്ത് വേറെ, ഇപ്പം വേറെ. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പം കുട്ടികളുടെ ക്രിമിനൽ ആക്ടിവിറ്റി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ക്രിമിനൽ ആക്ടിവിറ്റി കൂടുന്നതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുന്നത് ഇപ്പൊ ജനിച്ച പിള്ളേരാണെങ്കിൽ അവരുടെ, എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അവരെല്ലാം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. ഒരു IQ ലെവൽ ഇത്തിരി കൂടുതലാണ് എന്നുള്ളൊരു ഇതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം പിള്ളേര് എല്ലാത്തിനും അവർക്ക് സറൗണ്ടിങ്സിൽ എല്ലാത്തിനും എല്ലാം അവർക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പൊ അവര് എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ, ഇപ്പൊ എന്റെ മോനാണെങ്കിലും അവൻ ഫോൺ ഇടയ്ക്ക് കാണാറുണ്ട്. അങ്ങനെ അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പൊ എനിക്കറിയാത്ത കാര്യം പോലും അവൻ അറിയാം. ഉമ്മി ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ അതിന്റെയൊക്കെ കോണെന്ന് പറയാം, കോൺസ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണത്. പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യണം നമ്മളത്. അപ്പൊ നമ്മൾ ലിമിറ്റ് ചെയ്താൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.